അപ്പം അറിഞ്ഞില്ലേ, സംവാദം നടക്കാൻ പോവാണ് ജനുവരി 5-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ്. വിഷയം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ആധുനികതയിൽ അടിമത്തമോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട്, ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇസ്ലാമിൽ അടിമത്തം എന്ന വിഷയത്തിൽ വലിയ അത്ഭുതമൊന്നും ആരും പ്രകടിപ്പിക്കുന്നുമില്ല. നമുക്കറിയാം, മാനവിക രാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നീചമായ ഒരു വ്യവസ്ഥിതിയായിരുന്നു അടിമത്തം. ആ അടിമത്തത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്തും തുടർന്ന് ഇങ്ങോട്ടുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിലും അടിമത്ത വ്യവസ്ഥിതിയെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച്, ഇസ്ലാം അടിമത്തത്തെ അംഗീകരിച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇപ്പോഴും 2024 നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഈ അതിനെന്താ കുഴപ്പം എന്നത് അങ്ങേയറ്റം മാനവിക വിരുദ്ധമായ അടിമത്തം പോലെ നീചമായ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോഴാകുമ്പോൾ ആ അതിനെന്താ കുഴപ്പം ഏറ്റുപിടിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഞെട്ടലുളവാക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ അടിമത്തം വളരെ സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത്തരം ചർച്ചകളുടെ, വിമർശനങ്ങളുടെ, മറുപടികളുടെയൊക്കെ തുടർച്ചയായിട്ട് അടിമത്തത്തെക്കുറിച്ച് പരസ്യമായ ഒരു സംവാദത്തിന്, ഒരു പൊതു സംവാദത്തിന് കളമൊരുങ്ങുകയാണ്. സംവാദത്തിൽ മുഅ്മിൻ പക്ഷത്ത് നിന്ന് ഷമീർ കണ്ണോത്തും മുർത്തദ് പക്ഷത്ത് നിന്ന് ലിയാഖത്ത് അലി CM എന്ന ഞാനുമാണ് സംവദിക്കുന്നത്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഈ വരുന്ന ജനുവരി 5-ന് ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന സംവാദത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു. അടിമത്തം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അടിമത്തത്തെ വളരെ നോർമലായി കാണുന്ന മാനവിക വിരുദ്ധമായ ഒരു മനോനിലയും ഒക്കെ വളരെ കൃത്യമായി, സമഗ്രമായി ഈ സംവാദത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സംവാദത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സംവാദവേദിയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.